നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇതിന് കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? കാരണം മറ്റൊന്നുമല്ല, നീ നിന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്ന് അത് നിർത്തുന്നുവോ അന്നു മുതൽ നീ എടുക്കുന്ന തീരുമാനം നിനക്ക് നടപ്പിലാക്കാൻ കഴിയൂ. നീ എങ്ങനെ നിന്നെ പറ്റിക്കുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ തീരുമാനിക്കുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് രാവിലെ എണീക്കും, പക്ഷേ ഞാൻ എണീക്കില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകും, പക്ഷെ പോകില്ല. ഞാൻ ഇന്ന് എന്ത് തന്നെ ചെയ്താലും ഇന്ന് എക്സസൈസ് ചെയ്യും, പക്ഷേ അത് നീ ചെയ്യില്ല. ഇന്ന് ഞാൻ അധികം ഫോൺ ഉപയോഗിക്കില്ല, പക്ഷെ നീ ഉപയോഗിക്കും. ഇതുപോലെ നീ എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നീ ബ്രേക്ക് ചെയ്തുകൊണ്ട് നീ നിന്റെ മനസ്സിനെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? നീ എടുക്കുന്ന ഒരു തീരുമാനവും നിന്റെ മൈൻഡ് ചെയ്യാറേയില്ല. ഇനി നമുക്ക് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ, എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അതിന് നിന്റെ സെൽഫ് കോൺഫിഡൻസ് ഉയർത്തിയേ തീരൂ. നീ ഒരു ദൃഢനിശ്ചയമുള്ള ഒരാളായി മാറണം. അതിന് നീ എടുക്കുന്ന തീരുമാനങ്ങൾ നീ നടപ്പാക്കണം. അതിന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നേ മാത്രം. നീ ചെറിയ തീരുമാനങ്ങൾ എടുക്കുക. ചെറിയ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഒരു 5 മിനിറ്റ് നേരം മാത്രം എക്സസൈസ് ചെയ്യും. അത് നീ എന്ത് വില കൊടുത്തും ചെയ്യണം. ഇനി 5 മിനിറ്റ് നേരം ഞാൻ ഫോൺ ഉപയോഗിക്കില്ല. ആ ഒരു 5 മിനിറ്റ് നേരം നീ ഫോൺ ഉപയോഗിക്കരുത്. ഇങ്ങനെ കൊച്ചു കൊച്ചു തീരുമാനങ്ങളെടുത്ത് അത് നടപ്പാക്കി നിന്റെ മനസ്സിന് നീ ഒരു വിശ്വാസം കൊടുക്കുക. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ നടപ്പാക്കുന്നു എന്ന്. നിന്നെ കൊണ്ട് കഴിയുന്ന തീരുമാനങ്ങൾ മാത്രം നീ തുടക്കത്തിലെടുക്കുക. പതിയെ നിനക്ക് നിന്റെ തീരുമാനങ്ങളെടുത്ത് അത് നടപ്പാക്കാനുള്ള കഴിവിനെ നിനക്ക് ഉയർത്തി കൊണ്ടുവരാം. ഇങ്ങനെ ഉയർത്തി വരുമ്പോൾ പതിയെ നിന്റെ സെൽഫ് കോൺഫിഡൻസ്, നിന്റെ ദൃഢനിശ്ചയം പതിയെ വളർന്നു വരുന്നതായി നിനക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നിന്റെ മനസ്സിനെ നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ നിനക്ക് എന്തു വലിയ തീരുമാനങ്ങളും നടത്തി നിനക്കത് നടപ്പാക്കാൻ കഴിയും. ഇങ്ങനെ നീ എടുക്കുന്ന തീരുമാനങ്ങൾ നിനക്ക് നടപ്പാക്കാൻ കഴിഞ്ഞാൽ നിന്റെ വിജയത്തെ ആർക്കും തടയാൻ കഴിയില്ല. വിജയാശംസകൾ നേരുന്നു.